കടൽ കനിഞ്ഞാൽ വയറു നിറയുന്നവർ, കടൽ കടുപ്പിച്ചാൽ കണ്ണീര് കുടിക്കുന്നവർ. തിരുവനന്തപുരത്തിന്റെ തീരങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ വാഗ്ദാനങ്ങളുടെ വേലിയേറ്റങ്ങൾക്കിടയിലും വിധിക്ക് വിട്ടുകൊടുത്ത ജീവിതങ്ങളുണ്ട്. മുതലപ്പുഴയിലെ അശാസ്ത്രീയതയും കടലാക്രമണത്തിൽ തകർന്ന വീടുകളും ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അന്നം തരുന്ന കടലിനോട് പൊരുതി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ അതിജീവന ഭൂപടമാണിത്. ഓക്കിയും കടലാക്രമണവും ബാക്കിവെച്ച മുറിവുകൾ തിരുവനന്തപുരത്തിന്റെ തീരങ്ങളിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല. പെരുമാതുറയിലും മുതലപ്പുഴയിലും ഓരോ പുലരിയും ഉണരുന്നത് ആകുലതകളിലേക്കാണ്. വള്ളം ഇറക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ജീവിതങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചകളിൽ നിറയുന്നതാണ് മത്സ്യത്തൊഴിലാളികളെ പ്രശ്നങ്ങൾ. മുതലപ്പുഴയും പരിസര പ്രദേശങ്ങളുമെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മുതലപ്പുഴയുടെയും പരിസര പ്രദേശങ്ങളിലെയും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായോ, സർക്കാർ പദ്ധതികൾ അവർക്ക് ഗുണകരമായോ, എന്താണ് മുതലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ ഓരോന്നായി ഈ തീരത്തെത്തി വാഗ്ദാനങ്ങൾ ചൊരിയുന്നുണ്ട്. പക്ഷേ മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവും തുടർക്കഥയാകുന്ന അപകടങ്ങളും ഈ തീരദേശവാസികൾക്ക് ഇന്നും ഒരു പേടി സ്വപ്നമായി തുടരുകയാണ്. ഹാർബർ ഇത് ജീവൻ പോരാട്ടത്തുള്ള ഒരു ഹാർബറായി മരണം ചുമ്മാ ഇവിടെ ഈ ഹാർബർ ക്ലിയർ അല്ല. പിന്നെ ഈ കല്ലടിക്കും തോറും മരണം സംഭവിക്കുകയുള്ളൂ. ഒന്നും ശരിയാക്കിയിട്ടില്ല. അവിടെ നമുക്ക് തന്നെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഹാർബർ ശരിയല്ല. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വള്ളം നന്നായി മറിഞ്ഞു. മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണം ഒരു പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. വരാനിരിക്കുന്ന വർഷകാലം ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുള്ള മുഖാമുഖം നിൽക്കലാണ്. 100ഓളം ജീവനുകൾ ഈ ആഴങ്ങളിൽ ഇതിനോടകം പൊലിഞ്ഞു കഴിഞ്ഞു. സീസൺ എന്ന് പറഞ്ഞാൽ റെപ്പ് സീസണാണ്. ആ പൈസ കൊണ്ടാണ് ഈ 9 മാസം കഴിഞ്ഞ് പോകേണ്ടത്. ആ സമയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം. ഈ മാസം മാത്രമാണ് ആൾക്കാർക്ക് കൂടുതൽ അപകടം ഉണ്ടായി. 100 പേരോളം മരിച്ചു കഴിഞ്ഞു. എങ്കിലും ഹാർബർ ഒന്നും ചെയ്യാൻ പറ്റണില്ല അവർക്ക്. അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിർമ്മിച്ചിട്ടിരിക്കണേ. ഇനി അടുത്ത സർക്കാർ ഏത് ഭരണം വരുമോ അത് ഇടിവാകും. ഇപ്പം നടക്കുന്ന സർക്കാരോട്ട് പോയിക്കൊണ്ടിരിക്കുമെങ്കിൽ നടക്കും. തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ സ്വന്തം വീട് തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന തകർന്നടഞ്ഞ നിരവധി വീടുകളാണ് ഈ പരിസര പ്രദേശത്തുള്ളത്. ഇവർ ഇവിടുന്ന് മാറി താമസിക്കാത്തതിന് പ്രധാന കാരണം സർക്കാർ നൽകുന്ന തുച്ഛമായ നഷ്ടപരിഹാരം തന്നെയാണ്. അതോടുകൂടി കാലങ്ങളായി ഇവർ ചെയ്തു വരുന്ന തൊഴിൽ നഷ്ടമാകുന്ന ഭയവും ഇവർക്കുണ്ട്. ഇവിടെ അടിക്കുന്നത് വെറും തിരമാലകളല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കുള്ള ആഘാതങ്ങളാണ്. കടൽ കവർന്ന വീടുകൾക്ക് മുന്നിൽ നിന്ന് ഇവർ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങൾക്കെന്ന് സുരക്ഷിതമായ ഒരു മേൽക്കൂര ലഭിക്കും? നമുക്ക് പോയി താമസിക്കാൻ സ്ഥലമില്ല. ഇവർ പറയുന്ന ക്യാമ്പിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരുപാട് ജനങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മാറാത്തത്. നമ്മൾ പറയും നിങ്ങൾ നമുക്ക് വീടിന് പൈസ തരാണെങ്കിൽ പൈസ നമ്മൾ മാറി വേട് വെച്ച് പൊക്കോളാം. എല്ലാ വർഷവും ഈ കടലടിച്ച് പൊട്ടിപ്പോകുന്ന സമയത്തെല്ലാം ചിലവാക്കിക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് തെങ്ങുകളെല്ലാം പോയതുകൊണ്ടാണ് ആ 2 ഫില്ലർ ഞാൻ കിട്ടിയപ്പോൾ വെറും 85,000 അതിന് മാത്രമാക്കി ഈ ചാക്ക് കെട്ടാൻ വേണ്ടി. നമുക്ക് ഇവിടെ തന്നെ താമസിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ വീതി വരുമ്പോൾ ഇത് പോകുമെന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലായി. പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കാണ് കിടക്കുന്നില്ല. ഇങ്ങനെ കുറേ വീട്ടുകാർ മാറി കണക്ക് പൊട്ടിയ കെട്ടിടങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ എടുക്കാനായിട്ട് ചിന്തിക്കുന്നത്. സ്വന്തം വീട് കടലെടുക്കുമ്പോഴും വേറെ വഴിയില്ലാത്തതിനാൽ ഇവർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കഴിയുന്നു. ഇതിനിടയിലാണ് തീരദേശ റോഡിനായുള്ള സ്ഥലമെടുപ്പ്. കിട്ടുന്ന തുച്ഛമായ നഷ്ടപരിഹാരവുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ തൊഴിലും കിടപ്പാടവും ഒരുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യർ. നമുക്ക് വേറെ കിടക്കാൻ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ വാടക കൊടുത്ത് കിടക്കുന്നു. അല്ല എന്ത് ചെയ്യാൻ പറ്റും? വേറെ എവിടെ പോയി കിടക്കാൻ പറ്റും? നമ്മൾ കടത്തിൻ്റെ പിള്ളേരെയും കൊണ്ട് കിടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാലഘട്ടമാണ്. പണ്ട് നമ്മൾ അപ്പനും അമ്മയൊക്കെ ജീവിച്ച സമയത്ത് ഇഷ്ടം പോലെ കടപ്പുറത്ത് പോയി കിടക്കാമായിരുന്നു. ഇപ്പോൾ ഈ ഹാർബർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇവിടെ കടലടി വീടും എല്ലാം നാശനഷ്ടങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായത്. മുമ്പൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ വർഷകാലത്തുള്ള കടലേ ഉള്ളു. അതിങ്ങനെ വരും, അങ്ങ് പോവും, മണ്ണ് വീഴും, ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ കടലിലെ തൊഴിലില്ല അറിയാള്. ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഉണക്ക മീനുകൾ ഇത്തിരി വെച്ചെന്നാൽ വീട്ടിലെ കാര്യങ്ങളും കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വോട്ട് പെട്ടികൾ നിറയുകയും ഭരണകൂടങ്ങൾ മാറുകയും ചെയ്യുമ്പോഴും
മുതലപ്പുഴയിലെ ഉപ്പുവെള്ളത്തിന് ഇപ്പോഴും കണ്ണീരിന്റെ ചുവ തന്നെയാണ്. വാഗ്ദാനങ്ങളുടെ കരയേക്കാൾ ഇവർക്ക് വിശ്വാസം ആഞ്ഞടിക്കുന്ന ഈ തിരമാലകളെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മുതലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമായിട്ടില്ല. അത് മുതലപ്പുഴയാവട്ടെ, മുതലപ്പുഴ ഹാർബർ ആവട്ടെ. തീരദേശത്ത് കടലാക്രമണം മൂലം വീട് നഷ്ടമായ നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട്. എന്നാൽ സർക്കാർ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രം പ്രഖ്യാപിച്ചെന്നാൽ ഇവർക്ക് പലർക്കും ഇവിടെ നിന്ന് മാറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മത്സ്യത്തൊഴിലാളികളെ സ്വാധീനിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ക്യാമറമാൻ അനീഷ് മലയങ്കിയൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.